നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാഗഗായത്രി മന്ത്രമാണ്. അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ സുഖം, സമ്പത്ത്, ഐശ്വര്യം പ്രദാനം ചെയ്യാൻ ഇത്രയും വലിയൊരു ശക്തിയുള്ള മന്ത്രം ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. നാഗഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, നാഗങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം. നാഗങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു കുണ്ടലിനി ശക്തിയാണ്. അതായത് നമ്മുടെ പൂർവികർ, അതായത് നാഗക്കാവോ അല്ലെങ്കിൽ സർപ്പക്കാവൊക്കെ ഉള്ള ഒരു കുടുംബത്തിലെ അവരുടെ പൂർവികമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ പൂർവികർ ഒരു ഹിമാലയ സാനുക്കളിലോ എവിടെയെങ്കിലും ഒക്കെ പോയി ധ്യാനവും ഒക്കെ ചെയ്ത് അവരുടെ കുണ്ടലിനി ശക്തി ഉയർത്തി ആ ഒരു ശക്തി കേന്ദ്രവുമായിട്ടാണ് അവർ വംശം ഉണ്ടാക്കുന്നത്. തിരികെ വന്ന് അവരുടെ കുടുംബത്തിലൊരു സർപ്പക്കാവ് സൃഷ്ടിക്കുകയും അവിടെ നാഗരാജാവ്, നാഗേഷ്ടി സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അഖില സർപ്പങ്ങൾ എന്ന രീതിയിൽ വെച്ചാരാധനയും പ്രത്യേക പദ്ധതികളൊക്കെ തയ്യാറാക്കുകയും അത് അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇതുമൂലം ആ കുടുംബത്ത് സർവൈശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പത്തും എല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പിന്നീട് ചില ഘട്ടങ്ങളിൽ വരും തലമുറകൾക്ക് ഈ ഒരു സൗഭാഗ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കിട്ടിയതെന്നും അല്ലെങ്കിൽ പൂർവികരെ വിസ്മരിച്ചുകൊണ്ട് അവർ അവരുടേതായ രീതിയിൽ പല കാര്യങ്ങളും നടത്താറുണ്ട്. പക്ഷെ ഇതിലൊരു സയൻസ് ഉണ്ടെന്നുള്ളതും ഇവർ മനസ്സിലാക്കുന്നില്ല. ഇതൊരു കുണ്ടലിനി ശക്തിയാണെന്നും, അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്ന് ഇവർക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നാഗരാജാവ്, നാഗേക്ഷി സങ്കല്പം നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഇടാപിങ്ങള നാടിയോട് നമുക്ക് ഉപമിക്കാം. നമ്മുടെ ഡോക്ടർമാരുടെയൊക്കെ വടിയിൽ രണ്ട് നാഗങ്ങളെ കാണാറുണ്ട്. അത് ഇടാപിങ്ങള നാഡി സങ്കല്പമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ നാഡീവ്യവസ്ഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാഡീവ്യവസ്ഥ നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ മനുഷ്യൻ്റെ നാഡി എന്ന് പറയുന്നത് നാഗങ്ങളെ പോലെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നാഡികൾക്ക് പ്രത്യേക പ്രാധാന്യം മെഡിക്കൽ സയൻസിൽ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാങ്കല്പിക എനർജി കേന്ദ്രങ്ങളുണ്ട്. അതാണ് ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഗാരാധനയോടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഈ ഒരു ശക്തിയുടെ വർധനവും അതുമൂലം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന സുഹൃതങ്ങളും പുണ്യങ്ങളും ഒക്കെയാണ്. പ്രത്യേകിച്ച് നാഗാരാധനയുള്ള കുടുംബങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവർക്ക് പെട്ടെന്ന് സമ്പത്ത് ഉയരുകയും സന്താന സൗഭാഗ്യങ്ങൾ, ആ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രത്യേക രീതിയിലുള്ള കഴിവുകൾ, സമൂഹത്തിൽ നിലയും വിലയുമുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നാഗക്കാവുകൾ നല്ല രീതിയിൽ സംരക്ഷിക്കാതെ വരുമ്പോൾ സന്താന ദുരിതം, അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മാനസിക അസ്വസ്ഥത, അങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് നാഗങ്ങൾക്ക് നൂറും പാലും, സർപ്പബലി, കൂടാതെ കളമെഴുത്തം പാട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാഗങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരം. എന്നിരുന്നാലും അവരെ ആരാധിക്കുമ്പോൾ ഒരു വിളക്ക് തെളിയിച്ച് കാണിച്ച് പ്രാർത്ഥിച്ചാൽ പോലും നാഗങ്ങൾ നമ്മുടെ കൂടെ വന്ന് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ നാഗഗായത്രി മന്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നാഗഗായത്രി മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥയിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ ഇൻ്റലക്ച്വൽ വർദ്ധിക്കുകയും അവനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ അവൻ്റെ കർമ്മ മേഖലകളിലാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അതിലൊരുപാട് മാറ്റങ്ങൾ അവന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവന് പെട്ടെന്ന് നല്ല രീതിയിൽ ഉയർന്നു പോകാൻ സാധിക്കും. ഇനി സന്താന ദുരിതം അനുഭവിക്കുന്നവർക്കും ഇത് ജപിക്കാവുന്നതാണ്. സന്താന ദുരിതം അനുഭവിക്കുന്നവർക്കും ജപിച്ചാൽ, നാഗത്തെ പ്രാർത്ഥിച്ച് ജപിച്ചാൽ അവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് കാണാൻ സാധിക്കും. അസുഖങ്ങൾ, ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ ജപിക്കാവുന്നതാണ്. നല്ല വൃത്തിയോടും ശുദ്ധിയോടും കൂടി നമ്മൾ നാഗത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നാഗങ്ങൾക്ക് ശുദ്ധിയും വൃത്തിയും വേണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ശുദ്ധിയും വൃത്തിയോടും കൂടി നമ്മൾ നാഗങ്ങളെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലപ്രാപ്തി കിട്ടുന്നതും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ നാഗഗായത്രി മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നാഗഗായത്രി മന്ത്രം ഒരു 36 അല്ലെങ്കിൽ 108 തവണ ദിവസം ജപിക്കണം നമ്മൾ. അത് ഇങ്ങനെയാണ്: ഓം സർപ്പരാജായ വിദ്മഹി പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഓം സർപ്പരാജായ വിദ്മഹി പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഒന്നുകൂടി പറയാം: ഓം സർപ്പരാജായ വിദ്മഹി പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ജപിക്കുകയാണെങ്കിൽ, ഒരു 21 ദിവസം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ജപിച്ചിട്ട് എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ വരുവാണെങ്കിൽ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.
അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി നാഗക്കാവുള്ള കുടുംബങ്ങൾ അതിൽപ്പെട്ട സന്തതികളാണെങ്കിൽ അല്ലെങ്കിൽ അതിൽപ്പെട്ട കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അമ്മയോടും അച്ഛനോടും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ കുടുംബം ഏതാണെന്ന് അറിഞ്ഞ് അവിടെ പോയി വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്കും മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതും നല്ലതായിരിക്കും. കാര്യം വിദ്യാവിജയത്തിനും സർവ്വ ഐശ്വര്യസിദ്ധിക്കും നാഗങ്ങളെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് കുടുംബം ആവുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക.